ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ 3-4 വർഷങ്ങളായി എക്സാമുകൾക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പാഠത്തിൻ്റെ ആശയവും നിങ്ങൾക്ക് മനസ്സിലാവും. 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 7 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു താരതമ്യ കുറിപ്പാണ്. മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്ന പാഠഭാഗത്തിൽ ഉത്തമനെയും ജൻട്രിയെയും പരിചയപ്പെട്ടല്ലോ. തുടക്കത്തിലെ പിണക്കങ്ങൾ പറന്ന് അവർ ഒന്നിക്കുകയാണ്. രണ്ടുപേരുടെയും കഷ്ടപ്പാടിലും ജീവിത രീതിയിലും സ്വഭാവത്തിലും ഒത്തിരി സാമ്യ വ്യത്യാസങ്ങളുണ്ട്. ഇവ പരിഗണിച്ച് ഇരുവരുടെയും സ്വഭാവം താരതമ്യപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾ ജൻട്രിയെയും ഉത്തമൻ്റെയും ക്യാരക്ടർ, അതായത് സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ താരതമ്യപ്പെടുത്തിയിട്ടാണ് ഒരു കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പം മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്ന കഥയിലെ കഥാപാത്രങ്ങളായ 2 കുട്ടികളാണ് ഉത്തമനും ജൻട്രിയും. വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന കുട്ടിയാണ് ഉത്തമൻ. ജൻട്രി ആകട്ടെ ഉന്നതമായ സാമ്പത്തിക നിലയിൽ ജീവിക്കുന്നതാണ്. അപ്പോൾ ഉത്തമൻ എന്താണ്, വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്നതാണ്, താഴ്ന്ന സാമ്പത്തിക അവസ്ഥയാണ്. ജൻട്രി ആണെച്ചാൽ ഉന്നതമായ സാമ്പത്തിക അവസ്ഥയിൽ ജീവിക്കുന്നവനുമാണ്. അവൻ്റെ വീട്ടിൽ പറവകളും മീനുകളും ചില്ലിട്ട കൂട്ടിൽ ജീവിക്കുന്നു. ഒരു കണക്കിന് ജൻട്രിയും അത്തരം ഒരു തടവറയിൽ കഴിയുകയാണ്. അപ്പം പുറം ലോകവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ജൻട്രിക്ക്. എന്നാൽ ചില്ലുകൂട്ടിനുള്ളിൽ കഴിയേണ്ടവരല്ല പക്ഷികളും മീനുകളും എന്ന ചിന്താഗതിക്കാരനാണ് ഉത്തമൻ. ഇതിൽ നിന്ന് നേരെ വിപരീത സ്വഭാവമാണ് ഉത്തമനുള്ളത്. അപ്പം ഇങ്ങനെ സ്വതന്ത്രമായി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഉത്തമൻ. അതുകൊണ്ടാണ് ജൻട്രിയിലെ വീട്ടിലെ കൂട്ടിലടച്ച പറവകളെ തുറന്നു വിടാൻ ഉത്തമൻ ശ്രമിച്ചത്. ആഡംബരവും പൊങ്ങച്ചവും നിറഞ്ഞു നിൽക്കുന്ന വീട്ടിൽ താമസിക്കുന്ന ജൻട്രിയും ക്രമേണ ഉത്തമനുമായി അടുക്കുകയും കൂട്ടുകാരായി മാറുകയും ചെയ്യുന്നു. ഉത്തമൻ കൂട്ടിലെ പക്ഷികളെ തുറന്നു വിടുന്നത് കണ്ട് അവ കൈവീശി യാത്രയാക്കുകയും ചെയ്യുന്നു. മീനുകളെ പുഴയിൽ ഒഴുക്കാൻ ഉത്തമനോടൊപ്പം അവൻ കൂടുകയും ചെയ്യുന്നു. മരിച്ചു കിടക്കുന്ന പുഴ കണ്ട് ജൻട്രിയും ഉത്തമനും കരഞ്ഞു. ഇങ്ങനെ പ്രകൃതി സ്നേഹികളായി കഥയിൽ നിറഞ്ഞു നിൽക്കുന്ന 2 കുട്ടികളാണ് ഉത്തമനും ജൻട്രിയും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അഷാദ് ബത്തേരിയുടെ മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്ന കഥ വായിച്ചല്ലോ. ഇതിലെ ജൻട്രി എന്ന കുട്ടി പുറംലോകവുമായി സമ്പർക്കമില്ലാതെ വീടിനുള്ളിൽ ഒതുങ്ങി കഴിയുകയാണ്. അവിടുത്തെ ചില്ലുകൂട്ടി സൂക്ഷിച്ചിട്ടുള്ള മീനുകളെയും പറവകളെയും ശ്രദ്ധിച്ചു കഴിയുന്ന അവൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഉത്തമൻ എന്ന കുട്ടി പല അഭ്യാസങ്ങളും കാണിക്കുന്നു. അതെന്തൊക്കെയാണ് വിശദമാക്കുന്ന കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ജൻട്രിയുടെ നോട്ടം എത്താൻ ഉത്തമൻ പല അഭ്യാസങ്ങളും കാണിക്കുന്നുണ്ട്. അതെന്താണെന്നാണ്. ചില്ലുകൂട്ടിലടച്ച പറവകളെയും മീനുകളെയും മാത്രം കണ്ടു കഴിയുന്ന ജൻട്രിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചു. അതിങ്ങനെയായിരുന്നു. അവൻ മാവിനടുത്തേക്ക് ഓടിച്ചെന്ന് കൊമ്പിൽ ചാടിപ്പിടിച്ച് തൂങ്ങിയാടി ജൻട്രിക്ക് മുഖം കൊടുത്തു. കാലുകൾ മടക്കിയും നിവർത്തിയും ആട്ടത്തിൻ്റെ വേഗം കൂട്ടി. തുടർന്ന് ഒരു കൈവിട്ട് ഒറ്റ കൈയിൽ ആടി അഭ്യാസങ്ങൾ പ്രദർശിപ്പിച്ചു. അടുത്ത ചോദ്യം നോക്കാം. സ്വാർത്ഥമതിയായ മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കുവാൻ തക്ക ശക്തിയുള്ളവനെന്ന് അഹങ്കരിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള അവകാശം സർവ്വചരാചരങ്ങൾക്കുമുണ്ട്. അശാന്തിയുടെ വേനലെ കുളിര് എന്ന പാഠഭാഗം മുൻനിർത്തി മുകളിലെ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം കുറിപ്പായി എഴുതുക. ഇനി ഇത് 2ാമത്തെ ചോദ്യമാണ്. രാധാകൃഷ്ണൻ്റെ നോവൽ അല്ലാത്തത് എന്ത്? തീക്കടൽ കടന് തിരുവനന്തപുരം മുമ്പേ പറക്കുന്ന പക്ഷികൾ ഇനി ഞാൻ ഉറങ്ങട്ടെ. അപ്പോൾ ഇത് രാധാകൃഷ്ണൻ്റെതല്ലാത്ത നോവലല്ല. ഏതാണ്? ഇനി ഞാൻ ഉറങ്ങട്ടെ. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലുണ്ടായ വളർച്ചയുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായി മനുഷ്യന് വളരെയേറെ പുരോഗതി നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ പ്രകൃതിയെ തന്നെ മാറ്റി തീർക്കുന്നതോടൊപ്പം അതിനെ കീഴടക്കുവാൻ ശക്തനാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നു. ഇത് അപകടം പിടിച്ചൊരു പോക്കാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവികളും ചങ്ങലയിലെ ഓരോ കണ്ണി പോലെ പരസ്പരം ബന്ധിതമാണ്. ഒരു ജീവിക്കോ വർഗത്തിനോ മാത്രമായി നിലനിൽക്കാനാവില്ല. പ്രപഞ്ചത്തിലെ ജീവമണ്ഡലം എന്ന പട്ടുപരവതാനിയുടെ ഒരു ഇഴ പൊട്ടിയാൽ തന്നെ അതിന് നാശം സംഭവിക്കും. അതൊരിക്കലും കൂട്ടിച്ചേർക്കാനാവില്ല. പ്രപഞ്ചത്തിൽ മറ്റുള്ളവയെ നശിപ്പിച്ച് സ്വന്തം ജീവിതം കേമമാക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. ഇത് ആത്മഹത്യാപരവും മറ്റു ജീവിവർഗങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കലുമാണ്. പ്രകൃതിയോട് മനുഷ്യൻ ചെയ്യുന്ന ഇത്തരം ക്രൂരതകളുടെ ഫലം തന്നെയാണ് കൊടും വേനലും വെള്ളപ്പൊക്കവുമൊക്കെ തിരിച്ചു കിട്ടുന്നത് എന്നാണ് അശാന്തിയുടെ വേനൽക്കുളിർ എന്ന പാഠഭാഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
അടുത്ത ചോദ്യം ഒരു നിവേദനം തയ്യാറാക്കാനാണ്. നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതെങ്കിലും പ്രകൃതി ചൂഷണത്തിനെതിരെ അധികാരികൾക്ക് നൽകാൻ ഒരു നിവേദനം തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ഒരു നിവേദനം തയ്യാറാക്കാൻ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നിവേദനം എന്ന് അങ്ങനെ എഴുതണം. ആരൊക്കെയാണോ നമ്മൾ സമർപ്പിക്കുന്നത്, ആരാണോ സമർപ്പിക്കുന്നത് അതെല്ലാം കൊണ്ട് നമ്മൾ നിവേദനം എഴുതണം. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കളക്ടർ പ്രദേശവാസികൾ മുമ്പാകെ സമർപ്പിക്കുന്ന നിവേദനം. സർ, ഞങ്ങളുടെ നാട്ടിലെ വിശാലമായ നെൽപ്പാടത്തിന് സമീപമായി ഒരു വലിയ കുന്നിൻ പ്രദേശമാണ് ഉള്ളത്. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ അവിടം ധാരാളം മരങ്ങളും വിവിധതരം ഔഷധ സസ്യങ്ങളും കൊണ്ട് സമ്പന്നമാണ്. ഈ പാറക്കെട്ടുകളും കുന്നും പ്രദേശവുമെല്ലാം ഇപ്പോൾ ഒരാളുടെ അധീനതയിലാണ്. രാപകൽ വ്യത്യാസമില്ലാതെ ഇവിടെ പാറ പൊട്ടിക്കുകയും കുന്നിടിച്ച് നിരപ്പാക്കുകയും ചെയ്തു വരുന്നു. വിവിധതരം യന്ത്രങ്ങൾ ഉപയോഗിച്ച് മെറ്റലും പാറപ്പൊടിയും നിർമ്മിച്ച് അനേകം വാഹനങ്ങളിൽ കയറ്റി നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിൽപ്പന നടത്തി വരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായി സമീപവാസികൾക്ക് ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. യന്ത്രങ്ങളുടെ നിരന്തര പ്രവർത്തനങ്ങൾ മൂലം ശബ്ദമാലിന്യം, അന്തരീക്ഷ മാലിന്യം തുടങ്ങിയവ കൊണ്ട് ജനങ്ങൾ ഏറെ പ്രയാസം അനുഭവിക്കുന്നു. അതിലുപരി ഇന്നാട്ടിലെ കുട്ടികൾക്ക് സ്വൈര്യമായി പഠിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. ചീറിപ്പായുന്ന വാഹനങ്ങളും ഒട്ടേറെ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതിനായി ഈ പ്രദേശത്തെ പാറഖനനവും കുന്നിടിക്കലും അടിയന്തിരമായി അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിശ്വസ്തയോടെ വെള്ളിമാടുകുന്ന് ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് വേണ്ടി പഞ്ചായത്ത് മെമ്പർ. ഒപ്പ്. ഇത്രയാണ് നിവേദനത്തിൻ്റെ ഒരു ഫോർമാറ്റ്. ആദ്യം നമ്മൾ നിവേദനം ആർക്കാണോ സമർപ്പിക്കുന്നത്, ആരാണോ സമർപ്പിക്കുന്നത് അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിവേദനം എഴുതുക. പിന്നെ സാറിന് എഴുതി, പിന്നെ അത് കഴിഞ്ഞിട്ട് മാറ്റർ, ഇതെന്താണോ കാര്യം അത് നമ്മൾ എഴുതുക. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്, ഒപ്പ് എന്ന് പറഞ്ഞ് ഇനി സാക്ഷികൾ വേണമെങ്കിൽ സാക്ഷികൾ എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം. ഇനി അടുത്തതൊരു ചർച്ചാക്കുറിപ്പ് തയ്യാറാക്കാനാണ്. മനുഷ്യൻ മാത്രമാണ് ജീവലോകത്തിൽ കളിയുടെ നിയമം തെറ്റിച്ച് കളിക്കുന്ന ജീവി. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ചർച്ചാക്കുറിപ്പ് തയ്യാറാക്കുക. മറ്റു ജീവികളെ പോലെ തന്നെ മനുഷ്യനും പ്രകൃതിയുടെ ഭാഗമാണ്. എന്നാൽ ജീവലോകത്തിലെ ഇത്തരം കളിയുടെ നിയമം തെറ്റിച്ച് കളിക്കുന്ന ജീവി മനുഷ്യർ മാത്രമാണ്. അവൻ പ്രകൃതിയെ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നു. തനിക്ക് ആവശ്യമുള്ളത് മറ്റുള്ളവർ പുറന്തള്ളുന്നത് ഉപയോഗിക്കുന്നു. താൻ പുറന്തള്ളുന്നത് മറ്റു ജീവജാലങ്ങൾ പലതിനും ആവശ്യമുള്ളതാണ്. അങ്ങനെ പരസ്പരം ആശ്രയിച്ചിട്ടാണ് അവ നിലനിൽക്കുന്നത്. ഒരു ജീവിക്കോ വർഗത്തിനോ മാത്രമായി നിലനിൽപ്പില്ല. ഇതൊന്നും ഉൾക്കൊള്ളാതെയാണ് മനുഷ്യൻ മുന്നേറുന്നത്. വെട്ടിപ്പിടിച്ചും കീഴടക്കിയും പ്രകൃതിയെ തന്നെ നശിപ്പിക്കുകയാണ്. ഇത്തരം ക്രൂരതകളുടെ ഫലമാണ് വേനലുകളുടെ ക്രൂരതയായി നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഈ രീതി ജീവലോകത്തിലെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്നു.